ഹായ്, നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഞാൻ ഇന്നൊരു കാര്യം ഞാൻ ആലോചിച്ചാണ്. ഞാൻ ഇവിടെ വന്നിട്ടൊരു 34 വർഷത്തോളം ആകുന്നുണ്ട്. നമുക്കിവിടെ വന്നിട്ട് നമ്മുടെ നാട് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അറിയില്ല, ഓരോരുത്തർ ഓരോ രീതിയിലുള്ള ചിന്താഗതികളൊക്കെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള ഇതൊരു മുസ്ലിം രാഷ്ട്രമാണ്. പക്ഷെ നമുക്ക് ഇന്ന് വരയ്ക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുമില്ല, എടുത്തിട്ടുമില്ല, പ്രശ്നങ്ങളുമില്ല. നമ്മുടെ നാട്ടിലെ കുറേ ചാനലുകളൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നി എന്താ അറിയാം, ഇവരാണ് നിയമങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. ഇന്നിപ്പോൾ നാളെ സമരം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഇന്നേ അവർ പറയാം, നിങ്ങൾക്ക് നാളെ സമരത്തിന് ആണല്ലേ. ഇത് ഇവരങ്ങ് ഉണ്ടാക്കുന്നതാണ്, സത്യത്തിന് വേറൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് ഒരുപാട് പറയാനുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് ഓരോ ചാനലുകളും സത്യവിരുദ്ധമായിട്ട് കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. മാധ്യമങ്ങളാണ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതൊരിക്കലും നല്ലതല്ല. അതുമാത്രമല്ല, കുറേ വർഗീയതയാണ് ഒരുമാതിരിപ്പെട്ട ചാനലിലെല്ലാം പറയുന്നത്. നിങ്ങൾ നോക്കിയേ, ഇവിടെയൊക്കെ ഞങ്ങൾ വർഷങ്ങളോട് താമസിക്കുന്നുണ്ട്. നമുക്ക് ഇന്നുവരെയൊക്കെ ഇങ്ങനെ ഒരു ഇത് നമുക്ക് വന്നിട്ടുമില്ല, നമുക്കോട്ട് അറിയത്തുമില്ല, നമുക്ക് ചിന്തിക്കുന്നതുമില്ല. നമ്മുടെ നാട്ടിൽ കുറേ ജാതി, മതം, രാഷ്ട്രീയം ഇതൊക്കെയാണ് പറഞ്ഞ ആൾക്കാർ തമ്മിലടിപ്പിക്കുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും. പക്ഷെ നമ്മളെങ്കിലും ഇനിയെങ്കിലും ചിന്തിച്ച് നോക്കണം. ഈ നാട്ടിലിരിക്കുന്ന കുറേ ആൾക്കാരെങ്കിലും ഇതിനെപ്പറ്റി ചിന്തിച്ച് നോക്കണം. ഇതെന്താ വേറൊന്നുണ്ടല്ലോ പറഞ്ഞത്, ഈ ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നുമല്ല വളരേണ്ടത്, മനുഷ്യനും മനുഷ്യൻ്റെ മനസാക്ഷിയാണ് വളരേണ്ടത്, അല്ലേ? അതാണ് എൻ്റെ ഒരു ചിന്താഗതിയാണ് ഞാൻ പറഞ്ഞത്, അല്ലേ? ഒരുത്തൻ അമ്പലത്തിൽ പോകുന്നെങ്കിൽ അവൻ അമ്പലത്തിൽ പൊക്കോട്ടെ, അല്ലെങ്കിൽ ഒരുത്തൻ പള്ളിയിൽ പോകുന്നെങ്കിൽ പള്ളിയിൽ പൊക്കോട്ടെ, അല്ലെങ്കിൽ ഒരുത്തൻ ചർച്ചിൽ പോകുന്നെങ്കിൽ പൊക്കോട്ടെ. അത് അവരുടെ വിശ്വാസങ്ങളല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കുക. നമുക്ക് ഓരോരുത്തർക്കും ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് ഇങ്ങനെ കിടന്നിട്ട് രാഷ്ട്രീയക്കാരായിട്ട് കളിക്കുമ്പോൾ അതിൻ്റെ പുറകെ പോയിട്ട് കുറേ രാഷ്ട്രീയവും കളിച്ച് മറ്റേതും കളിച്ച് ഈ വർഗീയതയും പറഞ്ഞ് എന്തോ അന്നൊരു ഇതില്ല. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് കമൻ്റ് ഇടുക, എനിക്ക് മനസ്സിലാവും അതെ താങ്കൾ പറഞ്ഞത് തെറ്റാണെന്ന്. പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കില്ല, നമ്മൾ ഇന്ന് കിടന്നാൽ നാളെ എണീക്കുമെന്ന് നമുക്ക് അറിയത്തില്ല. ഒരു മിക്സി മേടിച്ചാൽ, അല്ലെങ്കിൽ ഒരു മൊബൈൽ മേടിച്ചാൽ, അല്ലെങ്കിൽ ഒരു TV മേടിച്ചാൽ, അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചാൽ 1 വർഷം നമുക്ക് വാറണ്ടി എങ്കിലും കിട്ടും. നമുക്കൊന്നും 1 മിനിറ്റ് പോലും, 1 സെക്കൻഡ് പോലും ഒരു വാറണ്ടി ഇല്ല. നമ്മൾ എന്തിനാണ് ഈ തമ്മിലടിക്കാനും ഈ മറ്റുള്ള പ്രശ്നങ്ങൾക്കുമൊക്കെ പോകുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ ഈ പറഞ്ഞ തെറ്റാണോ ഇല്ലയോ എന്ന്. തെറ്റാണെങ്കിൽ ദയവായി ക്ഷമിക്കുക, ശരിയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്